ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻ്റർസെപ്റ്റർ ബെയർ 650 ആണ്. അപ്പോൾ ഇത് കൊണ്ടുവരാനൊരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു സ്ക്രാം 440 ടെസ്റ്റ് ഡ്രൈവ് ആണെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ആ വണ്ടി ഇന്ന് കിട്ടിയില്ല. ആക്ച്വലി അതെടുക്കാനാണെന്ന് വന്നത്. അപ്പോഴാണ് ഈ ഒരു വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈനോട്ട് ഇതിൻ്റെ ഒരു പ്രൈസൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പേരിൽ തന്നെ തുടങ്ങാം. ഇത് വെറും ബെയർ 650 അല്ല, ഇൻ്റർസെപ്റ്റർ ബെയർ 650 ആണ്. അത് പറയാൻ കാരണം ഈ വണ്ടി മൊത്തത്തിൽ ബേസ് ചെയ്തിരിക്കുന്നത് ഇൻ്റർസെപ്റ്ററിൻ്റെ ആണ്. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഇതും ഇൻ്റർസെപ്റ്ററും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറം വ്യത്യാസമുണ്ട്. ഷാസി സെയിം ആണ്, പക്ഷേ കംപ്ലീറ്റ്ലി കമ്പോണൻസ് ആയാലും പവർ ടോർക്ക് ഫിഗേഴ്സ് ആയാലും കംപ്ലീറ്റ്ലി വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ കൈസം മോട്ടോഴ്സിൻ്റെ സർവീസിലാണ്. ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഞാൻ ജസ്റ്റ് ഒന്നൊരു വിശേഷം പറഞ്ഞു തുടങ്ങാം കേട്ടോ. കംപ്ലീറ്റ് വ്യത്യാസമുണ്ട് ഇൻ്റർസെപ്റ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. സോ ഞാൻ ഈ വണ്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർസെപ്റ്ററിനെ റെഫർ ചെയ്തിട്ട് ഇങ്ങനെ പറയും, അത് വെച്ച് ഇത്ര വ്യത്യാസമുണ്ട്, അത് വെച്ച് ഇത്ര വ്യത്യാസമുണ്ട്. അത് പ്രൈസ് തന്നെ തുടങ്ങാം. നമുക്ക് ഒരു ഇൻ്റർസെപ്റ്റർ, അതായത് മിസ്റ്റർ ക്ലീൻ ഇൻ്റർസെപ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം 15,000 rupees അധികം കൊടുക്കണം ബേസ് മോഡൽ ബെയർ 650ക്ക്. നമുക്ക് ഈ വണ്ടിക്ക് ആക്ച്വലി വേരിയൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഒരൊറ്റ വേരിയൻ്റേ ഉള്ളൂ. നമുക്ക് ആക്ച്വലി കളർ വൈസ് ആണ് പ്രൈസും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്നത്. നമുക്ക് ആക്ച്വലി 5 കളേഴ്സ് ഉണ്ട്. അതിൽ ടോപ്പിൻ്റെ താഴെ ഇരിക്കുന്ന ഒരു കളറാണ് ഈ ഒരു ഗോൾഡൻ കളർ എന്ന് പറയുന്നത്. എൻ്റെ ഫുൾ നെയിം ഞാൻ ഇട്ടേക്കാം. പിന്നെ വരുന്നത് ഏറ്റവും ടോപ്പിൽ വരുന്നത് ഒരു വൈറ്റ് 249. ഈ ഒരു ഫ്രെയിമൊക്കെ ഒരു ഗ്രീൻ കളറിലായിരിക്കും കൊടുത്തേക്കുന്നത്. അതാണ് ടോപ്പ് മോഡൽ. പിന്നെ ബേസ് മോഡൽ എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളറാണ്. അത് ഞാൻ കൊടുത്തേക്കാം. അതിൻ്റെ പ്രൈസും ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൻ്റെ സൈഡിൽ ഇങ്ങനെ കൊടുത്തേക്കാം. ഓരോ കളേഴ്സിന് എത്ര പ്രൈസ്, ഓൺ റോഡ് പ്രൈസ് കൊച്ചിയിൽ എത്ര വരുന്നുണ്ടെന്നുള്ളത് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ വൈറ്റിലുള്ള കൈസം മോട്ടോഴ്സിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. സെയിൽസ് സർവീസ് എൻക്വയറി സംബന്ധിച്ചുള്ള എന്ത് ഇതുണ്ടെങ്കിലും നിങ്ങൾ വൈറ്റിലുള്ള കൈസം മോട്ടോഴ്സിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ എന്താണ് ബെയർ 650 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർസെപ്റ്റർ എടുത്തിട്ട് ഒന്ന് എന്താ പറയുക, ഒരു സ്ക്രാംബ്ലർ വൈബിലേക്ക് എടുത്താക്കി. അതാണ് ഈ ഒരു ബെയർ 650 എന്ന് പറയുന്നത്. കുറച്ച് കണ്ടെത്താൻ മനസ്സിലാവും ഒരു സ്ക്രാംബ്ലർ എലമെന്റ്സ് ലൈക്ക് ഒരു ട്രയംഫിൻ്റെ സ്ക്രാംബ്ലർ 900നെ കുറച്ച് ഇൻസ്പയർ ചെയ്തത് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ബ്ലോക്ക് പാറ്റേൺ ടയേഴ്സ് ആയാലും ഈ ബെയർബോണായിട്ട് കാണുന്ന ഒരു എക്സ്പോസ് സബ്ഫ്രെയിം ആയാലും നമ്മുടെ ട്രയംഫ് സ്ക്രാംബ്ലർ ഒരുപാട് റിമൈൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്ത് പറയണം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്രീമിയം വണ്ടിയെ ഭയങ്കരമായിട്ട് റിമൈൻഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഒരു കളർ സ്കീമും കൂടി ആകുമ്പോഴത്തേക്കും നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി സ്റ്റിക്കറാണ്, പെയിന്റഡ് അല്ല. നിങ്ങൾ ഈ ഒരു വണ്ടി പുറമേ നിന്ന് കാണുമ്പോഴത്തേക്കും ശരിക്കും ഒരു റോയൽ എൻഫീൽഡ് ലെവലിൽ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും ഒരു പ്രീമിയം വണ്ടി പോലെ തന്നെ തോന്നുന്നുണ്ട്. ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയാലും പെയിന്റ് സ്കീം ആയാലും മൊത്തത്തിൽ ഈവൻ ഈ ഒരു ചെറിയ ടച്ചസ് ലൈക്ക് ഈ ഒരു ടാങ്കിലിട്ട് തുറക്കുന്നതായാലും എല്ലാം ഒരു പ്രീമിയം ടച്ച് തന്നെ ഈ ഒരു വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. നമുക്ക് ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ആ ഒരു റോയൽ എൻഫീൽഡിലെ സ്ഥിരം കണ്ടെന്ന് വെച്ചാൽ ആ ഒരു LED ഹെഡ്ലൈറ്റ് കാണാൻ പറ്റും. ഞാൻ ആ ഒരു സ്ക്രാം 440 വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കാണുന്ന ഭംഗിയേ ഉള്ളൂ, വലിയ ഇൻറ്റൻസിറ്റി ഒന്നുമില്ല. പിന്നെ ഈ കാണുന്ന ഈ ഒരു കവർ ഐ തിങ്ക് ആക്സസറി എന്നാണ് തോന്നുന്നത്. ഞാൻ കാട്ടട്ട താഴെയിടാം. ഇന്നത്തെ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു 43mm ഷോവയുടെ അപ്സൈഡ് ഡൗൺ ഫോർക്ക് വന്നിട്ടുണ്ട്. അറൗണ്ട് ട്രാവലും വ്യത്യാസമുണ്ട്. നമ്മുടെ നോർമൽ ഇൻ്റർസെപ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അറൗണ്ട് 130mm ട്രാവൽ വരുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഒരു വണ്ടി ചെറിയൊരു സ്ക്രാംബ്ലർ വേവാണ് പിടിക്കുന്നത്. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ള സ്ക്രാംബ്ലറി ടൈപ്പ് ഒരു ചെറിയൊരു മെറ്റലിൻ്റെ സർപ്രൈസ്. ഇത് മെറ്റലല്ല ഗൈസ്, ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് ആണ്. ഞാനത് പിന്നെ താഴത്തേക്ക് വരുവാണെങ്കിൽ ഇൻ്റർസെപ്റ്റർ ആയിട്ടുള്ള മേജർ വ്യത്യാസം ഇതിൽ യൂസ് ചെയ്യുന്ന സ്പോക്ക് വീലിൻ്റെ സൈസാണ്. നമുക്ക് ഇൻ്റർസെപ്റ്ററിന് ഫ്രണ്ടിലും ബാക്കിലും 18 ഇഞ്ചാണ് വരുന്നത്. 18 ഇഞ്ച് സ്പോക്ക് വീലാണെങ്കിൽ ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ 19 ഇഞ്ചും ബാക്കിൽ 17 ഇഞ്ചുമാണ് സ്പോക്ക് വീൽ വരുന്നത്. ശ്രദ്ധിക്കുക, ഇത് ഇപ്പോഴും ട്യൂബ്ഡാണ്, ഇത് ക്രോസ് സ്പോക്ക് അല്ല. സോ പഞ്ചറായ പണിയാണ്. പിന്നെ ടയേഴ്സ് വ്യത്യാസമുണ്ട്. ബ്ലോക്ക് പാറ്റേൺ ടയേഴ്സാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ടയറിൻ്റെ പേര് കേൾക്കുന്നത്. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് MRF Nylor XF എന്നാണ് പറയുന്നത്. ടയർ പ്രൊഫൈലും ചെറിയ വ്യത്യാസമുണ്ട്. ഫ്രണ്ടിൽ നമുക്കൊരു 190 ടയറും ഞാൻ പറഞ്ഞു 19 ഇഞ്ചാണ്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും 140 ഇൻ്റർസെപ്റ്റർ 650 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി വൈഡറാണ്. 140 സെക്ഷൻ്റെ റിയർ ടയറാണ് യൂസ് ചെയ്യുന്നത്. ഇവർ C8ൻ്റെ ടയേഴ്സാണ് പൊതുവെ യൂസ് ചെയ്യാറ്. ലൈക്ക് ഹിമാലയൻ്റെ ആണെങ്കിലും ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ LED ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. ഭയങ്കര വലുതാണ് കേട്ടോ. ഭയങ്കര എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഹിമാലയൻ്റെ ഇല്ലേ, സെയിം ആണോ? ഓ ഇറ്റ്സ് നൈസ്. അളന്ന് നോക്കാം. ഇത്ര സെയിം ആണ്. സെയിം ഒരു LED ഇൻഡിക്കേറ്റർ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ USB ചാർജർ ഉണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു USB ചാർജർ കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് Type A അല്ല, ഇത് Type C USB ചാർജറാണ്. പിന്നെ ഒരു ചെറിയ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്സസറി ആണ്, ഇത് സ്റ്റോക്ക് അല്ല. ഇപ്പോൾ വലിയ വലിയ ബൈക്സിലൊക്കെ കണ്ടുവരുന്ന ഒരു പാസീവ് ആയിട്ടുള്ള ഒരു ഓയിൽ ഫിൽറ്റർ ഇവിടെ കാണാനായിട്ട് പറ്റും. ഹാർട്ട് ഓഫ് ദി മാറ്റർ ആ ഒരു 650cc നമ്മുടെ ഇൻ്റർസെപ്റ്ററിലെ കണ്ടുവന്ന എക്സാക്ട് സെയിം എഞ്ചിനാണ്. 270 ഡിഗ്രി ട്വിൻ സിലിണ്ടർ എഞ്ചിൻ. ഇതിൻ്റെ പവർ
ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ മോർ ഓർ ലെസ് സെയിം ആണ്, 46 ഹോഴ്സ് പവർ ആണ്. പക്ഷേ ടോർക്കിൽ ചെറിയൊരു ബമ്പ് ഉണ്ട്. അവിടെ നോർമൽ ഇന്റർസെപ്റ്ററിന് 52 എണ്ണം ടോർക്ക് ആണെങ്കിൽ ഇത് 56 ആയിട്ടുണ്ട്. എക്സ്ട്രാ 4 എണ്ണം കൂടിയിട്ടുണ്ട്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചു കാണും, ഇതിന്റെ എക്സോസ് 2x1 ആണ്. അതായത് 2 ഔട്ട്ലെറ്റ് ഇങ്ങനെ ഒരുമിച്ച് വന്നിട്ട് ഇവിടെ ഒന്നിച്ച് വന്ന് ഒരൊറ്റ പൈപ്പാട്ടാണ് ഉപയോഗിക്കുന്നത്. സോ അതിനാണ് 2x1 എന്ന് പറയുന്നത്. ആ ഒരു സ്കാവെഞ്ചിങ് എഫക്റ്റ് കൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു 4 ന്യൂട്ടൺ വരെ ടോർക്ക് അവർക്ക് എക്സ്ട്രാ RPM അവർക്ക് കൊടുക്കാനായിട്ട് പറ്റി. സോ ഇവിടെ ഈ ഒരു എയർ കൂളിങ്ങിന്റെ ഇതൊക്കെ സിൽവർ അടിച്ച് മാറ്റിയിട്ട് കഴിഞ്ഞാൽ മോർ ഓർ ലെസ് ദ സെയിം. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഒരുപാട് എഞ്ചിൻ കംപ്ലൈന്റ് കാര്യമൊന്നും കേട്ടിട്ടുള്ള, അതുകൊണ്ട് തന്നെ റിലയബിൾ ആണ്. ഇവിടെയൊക്കെ വരുവാണെങ്കിൽ നല്ല സ്പൈക്ക് ആയിട്ടുള്ള ഫുട്പെക്സ് കാണാനായിട്ട് പറ്റും. നോക്കുവാണെങ്കിൽ ഇതയച്ച് കളയാട്ടോ, വലിച്ചു പറിച്ച് കളയാൻ പറ്റും. ഇവിടെ ഡിസപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് അവർക്ക് ഈ ഒരു വയേഴ്സ് ഒക്കെ എക്സ്പോസ് ആയിട്ട് തോന്നുന്നുണ്ട്, കുറച്ചൊന്ന് ഹൈഡ് ചെയ്യായിരുന്നു. പിന്നെ ഓവറോൾ ചാസി എന്ന് പറയുന്നത് സെയിം ആണ്. അവർ റീഎൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വെയിറ്റ് അധികം കൂടിയിട്ടില്ല. വെയിറ്റ് ആക്ച്വലി കുറഞ്ഞെന്ന് പറയണേ. ആണെങ്കിൽ ഒരു 13 ലിറ്ററിന്റെ ടാങ്ക് വരുന്നുണ്ട്, വിച്ച് ഇസ് റിയലി നൈസ്. പിന്നെ ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ. ഒരു ബെയറിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ഒരു അറ്റൻഷൻ ഡീറ്റെയിൽ ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് പ്ലാസ്റ്റിക് ആണ്, ഇത് മെറ്റൽ അല്ല. നമ്പേഴ്സ് ഒക്കെ വേണമെങ്കിൽ അടിക്കാം. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ സെയിം ഷോക്ക് അല്ല, കുറച്ച് വ്യത്യാസമുണ്ട് കമ്പയർഡ് ടു ഇന്റർസെപ്റ്റർ. ഇതിന് ട്രാവൽ കൂടുതലാണ്. ഐ തിങ്ക് 10mm എന്തോ സസ്പെൻഷൻ ആണ് ഇതിന് വരുന്നത്. സോ ട്രാവൽ കൂടുതലായിട്ട് തന്നെ കുറച്ച് ലോങ്ങർ ആണ്. അതുകൊണ്ട് തന്നെ സീറ്റ് ഹൈറ്റും കൂടിയിട്ടുണ്ട്. ഐ മീൻ ഇന്റർസെപ്റ്റർ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്റർസെപ്റ്റർ ഐ തിങ്ക് 800mm എന്തോണ് സീറ്റ് ഹൈറ്റ്, ഇതിന് 830 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു ട്രാവൽ കൂടുതലാണ്, ബാക്കിലും ട്രാവൽ കൂടുതലാണ്. സോ മൊത്തത്തിൽ വണ്ടിയുടെ ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഓ മാൻ, ഇത്രയും പ്രതീക്ഷയില്ല. എനിക്ക് ഹാഫ് ഫുട്ടാണ്, അത്യാവശ്യം നല്ല പൊക്കമുണ്ട്. പിന്നെ ഒരു വെയിറ്റ് അത്രത്തോളം ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. ഇവിടെയാണ് മൊത്തത്തിലൊരു വെയിറ്റ് ഇരിക്കുന്ന പോലെ തോന്നുന്നത്. ടിപ്പിക്കൽ ആ ഒരു ഇന്റർസെപ്റ്ററിന്റെ പോലെ തന്നെ ഇവിടെയാണ് വെയിറ്റ് ഇരിക്കുന്ന പോലെ തോന്നുന്നത്. പിന്നെ ഹാൻഡിൽ കമ്പയർഡ് ടു ഇന്റർസെപ്റ്റർ കുറച്ചും കൂടി പൊങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു പീസ് ആക്ച്വലി ആക്സസറി ആണ്. നമുക്ക് ഇവിടെ ക്രോം ആയിട്ടുള്ള ഒരു ഹാൻഡിൽ കാണാൻ പറ്റും. പിന്നെ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ നമ്മുടെ ഒരു മെറ്റൽ സ്വിച്ച് ഗിയേഴ്സ് ആണ്, റോട്ടറി സ്ട്രൈറ്റ് ഫ്രം ഷോർട്ട് ഗൺ 650. അത് സ്വിച്ച് കാണാം, കൺട്രോൾ ടോ ചെയ്യാനുള്ള ബട്ടൺ കാണാം, ഇൻഡിക്കേറ്റർ, ഹോണ്, പിന്നെ ജോയ്സ്റ്റിക്ക്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൺസോളിൽ മെനു മാറ്റാനായിട്ടാണ്. പിന്നെ ഇവിടെ എഞ്ചിൻ ഗിൽ സ്വിച്ച്, കോഷൻ ലാമ്പ്, പിന്നെ മോഡ് ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. പിന്നെ മിറേഴ്സും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് സ്റ്റോക്ക് മിറേഴ്സ് അല്ല, ഇത് ആക്ച്വലി റോയൽ എൻഫീൽഡ് ആക്സസറി ആണ്. സ്റ്റോക്ക് മിററിന്റെ ഫോട്ടോ ഞാനായിട്ട് കാണിച്ചു തരാം. ശരിക്കും ഒരു ബിഗ് ബൈക്ക് ഫീൽ വണ്ടി തരുന്നുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ഫെറാഡി ബുഷൻ വരുന്നത് വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ ഇരിക്കുന്നതിന്റെ നേരെ താഴെയാണ് എൻ്റെ ഫുഡ് പെക്സ് വരുന്നത്, ബാക്കിലേക്കല്ല, റിയർ സെറ്റ് ഒന്നുമല്ല. പിന്നെ ഒരു കൺസോൾ നോക്കുവാണെങ്കിൽ ഈ കൺസോൾ ഓൺ ആക്കുമ്പോൾ ചെറിയപ്പോൾ ഒന്ന് ഫ്ലിക്കറിങ് വരും. അത് കൺസോൾ അടിച്ചു പോയിന്റെ അല്ല, അത് ഇതിന്റെ FPS-ഉം ക്യാമറയുടെ FPS-ഉം മാച്ച് ആകത്തുകൊണ്ടാണ്. നമുക്ക് ആ ഒരു ഹിമാലയയിൽ കണ്ടുവന്ന എക്സാക്ട് സെയിം കൺസോളാണ്. നമുക്ക് ഇവിടെ RPM പോയി കാണാം, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, സ്പീഡോ, പിന്നെ എത്ര ഓടി, കൺസോൾ മാറ്റാട്ടോ. അനലോഗ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, അടിപൊളി കൺസോളാണ് കേട്ടോ. എൻ്റെ പിക്സൽ ക്വാളിറ്റിയൊക്കെ അപ്പാരാണ്, പറയാതിരിക്കാൻ വയ്യ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ നമുക്ക് ഇതിൽ 2 മോഡ് വരുന്നുണ്ട് ആക്ച്വലി. ABS മോഡ്, റിയർ ABS ഓഫ് ചെയ്യാൻ പറ്റും. ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിയർ ABS കണ്ടോ ഓഫ് ചെയ്തു. അതായത് ഇപ്പോൾ എന്താ പറയുക, കുറച്ചൊന്ന് സ്കിഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഒരു സൂപ്പർ മോട്ടോ കൂടെ നമുക്ക് പറയില്ല KTM-ൻ്റെ, അതുപോലെ റിയർ ABS കംപ്ലീറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൊരു പിടുത്തം ഭയങ്കര ഒരു ആഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ റീസൺ വണ്ടിക്ക് സിംഗിൾ സീറ്റാണ്, നമ്മൾ ഭയങ്കരമായിട്ട് ഇറങ്ങിയിരിക്കുന്ന പോലെ തോന്നും. സോ ഒരു റീച്ച് കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. ട്രിപ്പിൾ ക്ലച്ച് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ വണ്ടിക്ക് അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവേഴ്സും അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവേഴ്സും വരുന്നുണ്ട്. വെച്ചിട്ട് ബ്ലാക്കും വൈറ്റും ആവുന്നുണ്ട്. ഇത് ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. സോ നോക്കുവാണെങ്കിൽ ഇതുവരെ മാനുവൽ എടുത്ത് മാറ്റാം, നമുക്ക് ഓട്ടോ കൊടുക്കാം. ബാക്ക് അടിക്കുവാണെങ്കിൽ പിന്നെ എന്നാ ഉള്ളത്, ബ്രൈറ്റ്നസ്, സ്ക്രീൻ ടൈപ്പ്, പിന്നെ ഗോൾഡൻ ലൈനോ അതിനകത്ത് ട്രിപ്പ്, അതായത് ഈ കാണിക്കുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിടാം. എന്തിവിടെ കാണിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിടാൻ പറ്റും. അധികം വണ്ടിക്ക് റൈഡ് മോഡ് ഇല്ലയെന്നാണ് തോന്നുന്നത്. ഇതുവരെ ഞാൻ കണ്ടില്ല. ഇനി ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം, വണ്ടിക്ക് റൈഡ് മോഡോ കാര്യങ്ങളുണ്ടെങ്കിൽ കൊടുത്തേക്കാം. ഓക്കെ, അത് പറയാൻ കാര്യം വണ്ടിക്ക് റൈഡ് ബൈ വയർ അല്ല വരുന്നത്, അതാണ് ഞാൻ റൈഡ് മോഡ് ഇല്ല, ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് പറയാൻ കാര്യം. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. വണ്ടിക്ക് ഒരു ഡ്യുവൽ ത്രോട്ടിൽ കേബിളാണ്. പിന്നെ ഡിസ്ക് സൈസിൽ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ ഇന്റർസെപ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് 270mm വലിയ ഡിസ്ക്കാണ്, അതായത് ആ ഡിസ്ക് തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ ഫ്രണ്ടും ബാക്കും ബൈബ്രയുടെ കാലിപ്പറാണ് വരുന്നത്, ബ്രേക്സ് ആണ് വരുന്നത്. പിന്നെ ആക്ച്വലി വണ്ടിയുടെ വീൽ ബേസ് ഇന്റർസെപ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്. ഐ തിങ്ക് 10mm എന്നോളം വീൽ ബേസ് ആക്ച്വലി കൂടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബാക്കിൽ വരുവാണെങ്കിൽ വളരെ പൊങ്ങിയിരിക്കുന്ന ഒരു ടൈൽ ലൈറ്റ് കാണാം. ഐ തിങ്ക് ഇത് ആ ഒരു സെയിം ആണോ പറയാൻ പറ്റില്ല, സെയിം യൂണിറ്റ് വരെ തോന്നുന്നുണ്ട്. വിത്ത് ഒരു ക്രോം
ഔട്ടർ ലെയറും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കണ്ടുവന്ന എക്സാക്ട് സെയിം ഇൻഡിക്കേറ്ററാണ്. ഭയങ്കര വലുതാണ് കേട്ടോ. ഈ വണ്ടിയുടെ പ്രൊപ്പോർഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ ചാടിയിരിക്കുന്ന പോലത്തെ ഇൻഡിക്കേറ്റർ തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രാബറിൽ കാണാം, അത്യാവശ്യമൊക്കെ പിടിച്ചിരിക്കാം. പക്ഷേ പില്ലിംഗ് കംഫർട്ട് എനിക്ക് അത്ര ഒരു സുഖമായിട്ട് തോന്നുന്നില്ല കണ്ടിട്ട്. റൈഡറിന് അത്യാവശ്യം നീങ്ങിയിരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. കുറച്ചൊന്ന് സ്റ്റിഫറായിട്ട് തോന്നുന്നുണ്ട് പില്ലിയൻ സൈഡ് കമ്പയർ ടു റൈഡർ. സ്ലിപ്പർ ക്ലച്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നോർമൽ ഒരു 6 സ്പീഡ് യൂണിറ്റാണ് വരുന്നത്. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു വെയിറ്റ് കുറയ്ക്കാമെന്നാണ് കേട്ടോ. ഇതുകൊണ്ട് ഇപ്പോൾ കുറച്ചിട്ട് കഴിഞ്ഞാൽ ഈ റീച്ച് കുറഞ്ഞു കണ്ടോ. ഇത് നോക്കി ഈസിലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു കനം ഒരു ഹെവി വെയിറ്റ് ആണ്. അല്ലെങ്കിൽ ഒരു നോർമലി ഈ ഒരു ഇന്റർസെപ്റ്റർ 650 സീരീസിന് കുറച്ച് ഹെവിയാണ് പറയണമല്ലോ. ചാനൽ സ്ഥിരം കാണുന്നവർക്കറിയാം. എനിക്ക് ഇതിൻ്റെ അത്രയും കലി വേറെ ഒന്നുമില്ല. ഇത് നോക്കി വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാരി കാറാണ് ഈ വണ്ടിക്ക് വരുന്നത്. വളരെ മാസീവ് ആണ് കേട്ടോ. എക്സോസിനോടൊന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. ഓ വാവ്, ഞാനാ പറഞ്ഞ് തിരിച്ചെടുത്തട്ടോ. ചെറിയൊരു അഗ്രസീവ് ആയിട്ടുണ്ട് എക്സോസ് നോട്ട്. നിങ്ങൾ ആ സ്റ്റാർട്ടപ്പിൽ തന്നെ കേട്ട് കാണും. ഓ ഷീസ് അഗ്രസീവ് മാൻ. കോൾഡ് സ്റ്റാർട്ടാണെന്ന് തോന്നുന്നത്. അതെ മാൻ, ആ ഒരു ടിപ്പിക്കൽ ഒരു ചെറിയൊരു വൈൻ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ എൻജിനിൽ നിന്ന്. വെറും 66 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. ഓ സൗണ്ട് നോക്കി, സൗണ്ട് ഒരു രക്ഷയില്ല. ഒന്ന് കൈ എടുത്ത് കാണിച്ചു തരാം. നമുക്ക് അധികം ഇട്ട് കൈ കൊടുക്കാൻ പറ്റില്ല. ഓ മാൻ, ദാറ്റ് ഈസ് ബ്രില്യൻ. ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഒരു ഫീൽ കിട്ടാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒന്ന് എടുക്കുവാണേ. ഓ കയറിയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിക്ക് നല്ല സീറ്റ് ഹൈറ്റ് ഉണ്ട് കമ്പയർഡ് ടു ഇൻ്റർസെപ്റ്റർ 830 സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ കുറച്ച് ആ പൊങ്ങിയിരിക്കുന്നത് നമ്മൾ ഫീൽ ചെയ്യും. ഓ ഗിയർ ബോക്സ് ഇസ് ബ്രില്യൻ മാൻ. ഞാൻ ഏറ്റവും കുറച്ചിട്ട് പോകട്ടെ കേട്ടോ. ഓ മാൻ, ആ ഒരു ഫ്രണ്ടിൽ 19 ഇഞ്ച് കയറി നമ്മൾ ശരിക്കും അറിയുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഈ ഉന്തി തള്ളുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് സസ്പെൻഷൻ ചെറിയൊരു ഹാർഡ് സെറ്റിങ്സിലാണ് കിടക്കണേ. ഓ മാൻ, ടേണിങ് റേഡിയസ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. ഓ മാൻ, ശരിക്കും ഇൻ്റർസെപ്റ്ററിൽ ഫ്രണ്ടിൽ 19 ഇഞ്ച് സെറ്റ് എങ്ങനെ ഉണ്ടോ അതുപോലെയാണ് തോന്നുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ. വെയിറ്റ് ഒന്നും നോട്ടീസബിൾ അല്ല. ഓ മാൻ, ദാറ്റ് സൗണ്ട് മാൻ. ദാറ്റ്സ് ഇറ്റ്. നമുക്കിന്ന് ഓടിക്കാനുള്ള ഒരു ഇതില്ല. ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വരുവാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ചെയ്യാം. പിന്നെ പറയാൻ വിട്ടുപോയി, വണ്ടിക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല കേട്ടോ. സോ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരു പാഡോക്ക് മേടിച്ച് വെക്കേണ്ടി വരും. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഗുണമില്ല, ജസ്റ്റ് ആ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ഹൈ ബീം ഇട്ടിട്ട് നിങ്ങൾ തന്നെ പറ വലിയ ഗുണം ഉണ്ടാകുന്ന. ഒരു ഗുണമില്ല. ഓക്കെ ഗായ്സ്, അത്രയൊക്കെ തന്നെയുള്ള ഒരു കൊച്ചു വീഡിയോ. വണ്ടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് മാത്രമായിരുന്നു വീഡിയോയുടെ ഉദ്ദേശം. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.